ഹലോ നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ ഇന്ന് ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു. ഒന്നുമല്ല, ശരണം വിളിച്ചപ്പോൾ മനസ്സിലായി. ശബരിമലയിൽ ഭഗവാന്റെ സ്വർണം, ഭഗവാന്റെ മുതലുകൾ മുടിച്ച, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകി എന്ന് പോലീസ് FIR അറസ്റ്റ് ചെയ്ത വാസുചേട്ടനെ കയ്യാമ്മ വെച്ച് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കൈവലങ്ങൊക്കെ ഇട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും. അത്രയും വലിയ പവറിൽ ഇരുന്ന് അതൊക്കെ സുഖിച്ച് അയ്യപ്പൻ്റെ ഒരു പവർ ആലോചിച്ച് നോക്കി. ഇതൊക്കെ അങ്ങനെ അയച്ചു വിട്ട് ലാസ്റ്റ് പിടിച്ച് നാറാണക്കല്ലെടുത്ത് സമൂഹത്തിന് മുന്നിൽ ഒരു നിലയും വിലയില്ലാതെ കൊടിച്ചിപ്പട്ടിയുടെ പോലെയായി അവൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തിനാണ് ഒരു സമൂഹത്തിൻ്റെ, ഏതൊരു മതവിഭാഗത്തിൻ്റെ ആണെങ്കിലും അവരുടെ വിശ്വാസങ്ങളിൽ കടന്നു ചെന്ന് അവിടെ ചെന്ന് മാന്തി പറിക്കാൻ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി പത്മകുമാറിനെ പിടിക്കുക, അടുത്തത് പത്മകുമാർ. ഇനി ആരൊക്കെ പൊന്തും, ഏതൊക്കെ പൊന്തും, ഒരു പോറ്റി ഈറ്റി ഏവനൊക്കെ എവിടെ നിന്നൊക്കെ പൊന്തുന്ന ഇനി നമുക്ക് കണ്ടറിയാൻ പറ്റും. ഒരു കാര്യം വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ രേഖപ്പെടുത്താണ്. ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ ഞങ്ങളൊക്കെ ശബരിമലയ്ക്ക് മാല ഇടുന്നത്, ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്. ഞങ്ങളൊക്കെ മാല ഇട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഓർമ്മകളാണ്. വൃശ്ചിക മാസം 1-ാം തീയതി മാലയിട്ട് ഞങ്ങൾ പുലർച്ചെ ഒരുമിച്ച് പുഴയിലേക്ക് പോയി കുളിച്ച്, ഉച്ചയ്ക്ക് കുളിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കുന്നതിന് കുളിച്ച്, വൈകുന്നേരം കുളിച്ച് ശരണം വിളിച്ച്, അതിനെ ചെരുപ്പണിയാതെ ഒരു വിശ്വാസമാണ്. അത്രയും വലിയ വിശ്വാസം ചെയ്ത് 40 ദിവസം വ്രതമെടുത്ത്, ഇപ്പോഴാണ് കുറേയൊക്കെ വ്രതത്തിലും മറ്റിലൊക്കെ കുറേ ഇതും കാര്യങ്ങളും വന്നത്. ഇങ്ങനെ അത്രമാത്രം വിശ്വാസം ഉണ്ടായി അങ്ങനെ ശബരിമലയ്ക്ക് പോകുന്ന ഞങ്ങളെപ്പോലുള്ള ഭക്തരെ ചതിച്ച് പറ്റിച്ച് കട്ടുമുടിച്ച് ഒരു ഉളുപ്പുമാന ഈ വിശ്വാസമില്ലാത്ത ഇവനെപ്പോലുള്ള നികൃഷ്ടജീവികൾ അവിടെ പോയി ഇരിക്കേണ്ട കാര്യമുണ്ടോ? കക്കാനല്ലാതെ പിന്നെ എന്തിനാ ഈ വിശ്വാസമില്ലാത്തവന്മാർ ശബരിമല ഭരിക്കുന്നത്? വിശ്വാസം ഉള്ളവർ ഭരിച്ചാൽ അവന് ദൈവഭയം ഉണ്ടാവും. അവനൊരിക്കലും അവിടെ നിന്ന് കക്കണം മുടിക്കണം എന്ന് ചിന്തിക്കൂല. ഈ വിശ്വാസമില്ലാത്തവനാണ് ഈ ശബരിമലയിലെ ഹെഡായിട്ടിരിക്കുമ്പോൾ അവിടെ പോയിട്ട് കക്കാനും അത് കളവ് നടത്താനോ അത് മാറ്റിപ്പറയാനോ അത് എന്തെങ്കിലുമൊക്കെ തിരിമറി ചെയ്യാനൊക്കെ അവന് ധൈര്യപ്പെടും. വിശ്വാസിക്ക് ഒരിക്കലും ധൈര്യപ്പെടില്ല. വിശ്വാസി അത് ഒരിക്കലും ചെയ്യത്തുമില്ല. പക്ഷേ ഈ വിശ്വാസമില്ലാത്ത ചില ആളുകൾ, മനസ്സിലായല്ലോ, ഇവന്മാരൊക്കെ എന്തിനാ ജീവിക്കണത്? ആളുകളെ പറഞ്ഞ് പറ്റിച്ച് നാണം കെട്ട വർഗം ഇവരെ പോലെ ഒന്നും വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം. പാവപ്പെട്ട വിശ്വാസികളെ കട്ടുമുടിക്കുന്ന ഇവനെപ്പോലുള്ളവർക്കൊക്കെ എന്ത് പറയാനൊന്നുമില്ല. ഇപ്പോൾ സമൂഹത്തിനുള്ള നാറിയില്ലേ? ഇവനൊക്കെ അമ്പലക്കള്ളൻ എന്ന് പച്ചയ്ക്ക് വിളിക്കാം. ആ ഒരു നിരയിലുള്ള കുറേ എണ്ണമുണ്ട്. ഇനി ആരൊക്കെ കുടുങ്ങാൻ പോകുന്നു? പലരും ഇപ്പോൾ കൈമലർത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയില്ല, ഉപ്പുന്നവൻ വെള്ളം കുടിക്കട്ടെ. എല്ലാവരും വെള്ളം കുടിക്കും. ഇതാരൊക്കെ ഉപ്പ് തിന്നിട്ടുണ്ട് എന്നുള്ളത് സാമാന്യം അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ സംഭവത്തിന് തിരിച്ചടി കിട്ടുമെന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായല്ലോ. അവിടെ ഇരിക്കുന്നത് വെറുതെ ഒരാളല്ല, പവറുള്ള ആൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം. ഒരു മതത്തിൻ്റെയും മതവിശ്വാസങ്ങളിലോ മതാചാരങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിലേക്കോ കടന്നു ചെന്ന് വാരിക്കൂട്ടേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താണ്? ഒരു വിശ്വാസത്തെ ഹനിച്ച് കുറേ കണ്ട പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അവിടെ മലിനാക്കാൻ നോക്കി. അതിപ്പോൾ നടന്നില്ല, അത് മൂഞ്ചി തെറ്റി പോയി. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വിഭാഗത്തിനെ നശിപ്പിച്ച് മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ആരും പൊട്ടന്മാരല്ല കേരളത്തിലുള്ളവർ. കേരളത്തിലുള്ള ആളുകൾ മതസൗഹാർദ്ദം തന്നെ ഇപ്പോഴും കഴിയുന്നു, എപ്പോഴും കഴിയുന്നു. ഞാൻ മലപ്പുറം ജില്ലയിലുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കൾ പലരും ഉണ്ട്. തമ്മിലടുപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഭിന്നിപ്പിച്ച് വോട്ട് നേടുക എന്നുള്ള നിങ്ങളുടെയൊക്കെ ഈ ചിന്താഗതി ഉണ്ടല്ലോ, ഇതന്നെ പ്രശ്നമാണ്.
മനസ്സിലായല്ലോ. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ അവിടെ എവിടെയും കൊള്ളിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടൊരു കാര്യം പറയാം. വാസു ഒന്ന്, പോറ്റി, പത്മകുമാർ ഇനി വരെ വമ്പൻ സ്രാവുകളൊക്കെ പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് ഭഗവാന്റെ ശക്തി. സ്വാമിയെ ശരണമയ്യപ്പ.